മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഖുതൂബുകൾ എന്നതാണ് അവരുടെ ലൈഫ്. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ലൈഫിൽ. കാരണം ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ അതെന്താ? ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. ഇവിടെയാണെങ്കിലും ഇതിനപ്പുറത്താണെങ്കിലും ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ദൈനംദിന പ്രശ്നങ്ങൾ, വിശ്വാസപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. മനുഷ്യന് അള്ളാഹു അഖ്ല് നൽകിയിട്ടുണ്ട്. അഖ്ലില്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. അഖ്ല് എന്നൊരു സാധനം അള്ളാഹു കൊടുത്തത് കൊണ്ട് ഖുതൂബുകളായിരിക്കും മനുഷ്യനെ ബാധിക്കുക. പ്രശ്നങ്ങൾ നല്ല ഇന്റലിജന്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരുന്ന ഒരാൾ മീഡിയേറ്ററായി വേണം. അതാണല്ലോ റസൂൽ. അതേത് കാലത്തും റസൂൽ ഉണ്ടാകണം. ഏത് കാലത്ത്, എന്തുകൊണ്ട് മനുഷ്യൻ ഏത് കാലത്തുണ്ടല്ലോ. അപ്പം മീഡിയേറ്റർ വേണമല്ലോ. പിന്നെ പ്രശ്നം പരിഹരിക്കേണ്ട ആൾ അല്ലാഹുവാണ്. അവനെ ആരോട്ട് കണ്ടിട്ടുമില്ല, അവനിലേക്ക് എത്താൻ ഒരാൾക്കോട്ട് കഴിയൂയില്ല. പ്രശ്നങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മനുഷ്യന്റെ അഖ്ല് എടുത്തു കളയണം. അഖ്ല് എടുത്തു കളഞ്ഞാൽ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. നാവുമ്മൽ ദൗക്ക് എന്നൊരു സാധനം വെച്ചത് കൊണ്ടാണ് നമുക്ക് സോഫ്റ്റ് പത്തിരി വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ പാറക്കല്ലും തിന്നാം. നാവുമ്മൽ ദൗക്ക്, രുചി രുചിയാസ്വാദനം എന്നൊരു സംഗതി എവിടെ കിടക്കുന്നുണ്ട്? നാവുമ്മൽ. അതുകൊണ്ട് സോഫ്റ്റ് പത്തിരി കിട്ടണം. പത്തിരിക കട്ടി കൂടിയാൽ കഴിക്കൂല. എന്തുകൊണ്ട് സോഫ്റ്റനായി കിട്ടണം? പത്തിരി മാത്രം പോരാ, അപ്പുറത്തെ പ്ലേറ്റിൽ പുട്ട് വേണം, വേറെ രുചിയും കൂടി ആസ്വദിക്കണം. അപ്പുറത്തും പോരാ, പിന്നെ ഇഡ്ഡലി വേറെ വേണം. അത് ഊക്കുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? സാധനത്തൊക്കെ ഒന്നും തന്നെയല്ലേ, റൗക്കിലല്ലേ വ്യത്യാസം വന്നുള്ളൂ. ഇഡ്ഡലി എന്താണ്? അരി. വെള്ളപ്പം എന്താണ്? അരി. പുട്ടെന്താണ്? പുട്ടെന്താണ്? അരി. ദോശ എന്താണ്? ദോശ എന്താണ്? അരി. പുട്ടെന്താണ്? അരി. വെള്ളപ്പം എന്താണ്? അരി. കഞ്ഞി എന്താണ്? അരി. ചോറെന്താണ്? അരി. ഉണ്ണിയപ്പം എന്താണ്? അരി. നെയ്യപ്പം എന്താണ്? അരി. ഒക്കെ ഒന്നല്ലേ. പിന്നെന്തിന് വൈഭിന്യമായത്? റൗക്ക് എന്നൊരു സാധനം ഉണ്ടായതുകൊണ്ട് വൈഭിന്യതയെ ആസ്വദിക്കും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനുഷ്യന് അഖ്ല് എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് ഖുതൂബുകളെ അഭിമുഖീകരിക്കുമ്പോൾ അവന് പ്രശ്നങ്ങൾ ഉണ്ടാവും. പല ലൈഫ് മൊത്തം പ്രശ്നം ഉണ്ടാവും. അഖ്ല് ഉള്ളതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവും. അത് ജനിച്ച അന്ന് പ്രശ്നമുണ്ട്. പാല് കിട്ടിയില്ല, അപ്പൊ കുട്ടി കരഞ്ഞ്. കുട്ടി ദേഷ്യപ്പെട്ടു, പാല് കുടിക്കാൻ കൊടുക്കാത്തതിന്. മരിക്കണമെന്ന് വല്യാപ്പയും കരഞ്ഞ്. എന്തിന്? എന്നെ ഇന്നലത്തെ ബെഡ്ഷീറ്റിലാണ് ഇന്നും കിടത്തിയത്. എന്തുകൊണ്ട്? ഇന്നലത്തെ ബെഡ്ഷീറ്റും ഇന്നത്തെ ബെഡ്ഷീറ്റും തിരിച്ചറിയാൻ കഴിയാത്ത വല്യാപ്പ കരയില്ല. വല്യാപ്പക്ക് ഷുഊർ എന്നൊരു സംഗതിയുണ്ട്. ഷുഊറുള്ള കാലത്തും ഖുതുബുകൾ ഉണ്ടാവും. ഈ ഖുതുബുകൾ പരിഹരിച്ചതിൻ്റെ ആളാരാ? പ്രശ്നങ്ങൾ പരിഹരിച്ചതിൻ്റെ ആളാരാ? അല്ലാഹു. അല്ലാഹുവിനല്ലാ തുദ്രിക്കുൽ അബ്സാർ. അവനിലേക്ക് എത്താൻ ഒരാൾക്കോട്ട് കഴിയൂല. അപ്പൊ ആരാവശ്യം വരും? മീഡിയേറ്ററെ. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് റസൂലിന് ആവശ്യമായി വരിക. അല്ലെങ്കിൽ റസൂലിന് ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇസ്രായേലി ജനങ്ങൾക്ക് മുഴുവനും മലമുകളിൽ പോയിട്ട് അവരവർക്ക് വേണ്ട കിതാബുകൾ ഞാൻ അവിടെ ഇറക്കിയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി പഠിച്ച് നന്നായിക്കൂടി എന്ന് അള്ളാഹു തആല പറയാലോ. ഇതൊരു റസൂലിനെ അയച്ചു കൊടുത്തിട്ട് ആ റസൂൽ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. കിതാബ് ജനങ്ങളിൽ എത്തിക്കൽ മാത്രമാണ് എങ്കിൽ അത് പാറപ്പുറത്ത് ഇറക്കിക്കാനും അള്ളാഹു തആല കഴിയില്ലേ? പാറപ്പുറത്ത് ഇറക്കി കൊടുത്താലേ ഈ തൗറാത്ത്, ഈ ഇഞ്ചീലും സബൂറും ഫുർഖാൻ അലീം ഒക്കെ. നിങ്ങൾ ചിന്തിക്ക്. ഒരു കോപ്പി മാത്രമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയല്ലേ, എല്ലാവർക്കും ഓരോ കോപ്പി.
അപ്പൊ അതല്ലേ അവരെ ശിക്ഷിക്കാൻ ഒന്നും കൂടി നല്ലത്. ഒരു 16 ലക്ഷം ഇസ്രായേലിയർക്ക് ഞാൻ 10,000 തൗറാത്ത് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതല്ലേ നല്ലത്? അതിന് അള്ളാഹു നീയുവാണല്ലോ, ഒക്കെ ഇറക്കി കൊടുക്കാൻ അള്ളാഹുത്തിലൊക്കെ കയ്യിലാന്നുണ്ട്. കയ്യിലാന്ന് പറഞ്ഞാൽ കാഫിറായില്ലേ? പിന്നെന്തിനാ ഇവിടെ ഒരു മീഡിയേറ്റർ? എന്നാൽ കിതാബ് കൊടുക്കാനല്ല, കിതാബ് പല വിധത്തിലും കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഈ കിതാബിനെ അഭിമുഖീകരിക്കുമ്പോഴത്തേന് മനുഷ്യൻ പ്രശ്നം ഉണ്ടാവും. അതായത് മനുഷ്യന്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പുറമെ മനുഷ്യൻ കിതാബിനെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ ദൈനംദിന പ്രശ്നങ്ങളെല്ലാം അത് കിതാബിന്റെ പ്രശ്നമാണെങ്കിലും അല്ലാത്ത അത് കിതാബിന്റെ ഒക്കെ ഔട്ടർ ലൈഫിൽ ഉണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ ഒരാൾ പരിഹരിച്ചു കൊടുക്കണം. അയാളാണ് ആര്? റസൂല്. റസൂല് റസൂല് മനസ്സിലാക്കണം. റസൂൽ അയാളാണ് മധ്യവർത്തി, ദൂതൻ. മധ്യവർത്തി എന്ന് പറഞ്ഞാല് എന്താണ്? ദൂതൻ. അയാൾ അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കും, ഇവിടുന്നുള്ളത് അവിടെ എത്തിക്കും. അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കാൻ മാത്രമാണ് എങ്കിൽ അള്ളാഹു തആലക്ക് റേഡിയോ മതി, റസൂലിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓരോ ജനതക്കും അള്ളാഹു തആലക്ക് ഒരു റേഡിയോ കൊടുത്തു. അവർക്ക് വേണ്ട സന്ദേശങ്ങൾ റേഡിയോ വഴി കിട്ടും. റേഡിയോ മാർക്കോണി ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് റേഡിയോ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടോ? റേഡിയോ ഒന്നും അള്ളാഹു തആലക്ക് അന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് പിന്നെ മാർക്കോണി വന്നിട്ടല്ലേ റേഡിയോ കണ്ടുപിടിച്ച്. അങ്ങനെ ഉണ്ടോ? അവിടെ ഉള്ളത് ഇവിടെ എത്തിക്കാനാണ് റേഡിയോ, ടെലിവിഷൻ. ഇവിടെ നിന്നുള്ളത് അവിടെ എത്തിക്കൂല. അപ്പോൾ റസൂലിന് ആവശ്യം വന്നു. എന്താ റസൂൽ? അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കും, ഇവിടെ നിന്നുള്ളത് അവിടെ എത്തിക്കും. ഇതല്ലേ റസൂൽ? ഇതാണോ റസൂൽ? പറയും ഇതല്ലേ റസൂൽ? പറയും അതല്ലേ റസൂൽ? അപ്പോൾ അവസാനത്തെ ആൾക്കും റസൂൽ വേണ്ടി വരൂലേ? ജീവനില്ലാത്തൊരു കിതാബ് കൊണ്ട് കാര്യമില്ലല്ലോ, റസൂൽ വേണ്ടേ? റസൂലിനല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി, കിതാബിനല്ലല്ലോ. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂല. ഈ റസൂലിന്റെ പ്രത്യേകത, ഈ റസൂലിന് എക്സ്പയർ ഡേറ്റ് ഇല്ല. മറ്റുള്ളവർക്ക് എക്സ്പയർ ഡേറ്റ് ഉണ്ട്. എന്താണ്? മജീഉ റസൂലി ഫീ ആഖിരി സമാൻ ഇദാ ജാഅ വഹും, ഓർക്ക് എക്സ്പയർ ആയി. വഇദ അഖദ അല്ലാഹു മീസാഖ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബി വഹിക്മ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതണം, എന്നാലേ ഈ എസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول لتؤمنن به. അപ്പോൾ നിങ്ങൾ മുഹാജിറാകണം. ഈമാൻ എന്നാൽ ഹജറാണ്. വലതൻസുറുന്നഹു, നിങ്ങൾ അൻസാരിയുമാകണം. ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ മുഹാജിറാകണം. വലതൻസുറുന്നഹു, അൻസാരിയാകണം. ഇദാ ജാഅ, അപ്പോൾ എക്സ്പയർ ഡേറ്റ് ആയി. ആർക്ക്? ആർക്ക്? സകല എൻ്റെ അന്തല്ലാത്തവരെ നിങ്ങളാണല്ലോ എൻ്റെ മുന്നേ കിട്ടിയത്. ആർക്ക്? ആർക്ക്? സകല മുർസലുകൾക്കും എക്സ്പയർ ഡേറ്റ് ആയി. ആര് വന്നാൽ? റസൂൽ വന്നാൽ. ആ റസൂലുൻ, റസൂലൻ എന്ന റസൂൽ വന്നാൽ, ഞാൻ പറഞ്ഞ ഖുർആനിൽ ആകെ ഒരു റസൂലേ ഉള്ളൂ, മറ്റുള്ളത് റസൂലുൽ ഖൗമാണ്. റസൂലൊന്നേ ഉള്ളൂ, മറ്റേ റസൂലുൽ ഖൗമാണ്. കലക്ടറും ബിൽ കലക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിൽ കലക്ടർ എന്ന് പറഞ്ഞാൽ 4 അക്ഷരം കൂടി കൂടും. പക്ഷെ മറ്റത് റസൂലല്ല, റസൂൽ ഒന്നേ ഉള്ളൂ, മറ്റതൊക്കെ റസൂലുൽ ഖൗമാണ്. റസൂലിന് എക്സ്പയർ ഡേറ്റ് ഉണ്ടാവില്ല. ഈ റസൂലുൽ ഖൗമിന് മുഴുവനും ഈ റസൂലിന്റെ അശിആത്ത് പ്രഭകൾ അടിച്ചതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് റസൂലാകാൻ കഴിഞ്ഞത്. ചായപ്പൊടിയും ചായയും വ്യത്യാസമുണ്ട്. ചായയെ കണ്ടതുകൊണ്ട് ചൂടുവെള്ളത്തിന് മാറിയ കളറിന്റെ പേരാണ് ചായ. പക്ഷെ ചായപ്പൊടി അതല്ല. ചായപ്പൊടി ചായപ്പൊടി ചായപ്പൊടി. മനസ്സിലായില്ല? ചായയും ചായപ്പൊടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചായപ്പൊടിയെ കണ്ടു എന്നതാണ് ചുടുവെള്ളത്തിനപ്പോൾ വന്ന ഭാവഭേദത്തിനാണ് ചായ എന്ന് പറയും. നല്ല ഭംഗിയുള്ള വർത്താനാണ് എന്ത്? ചായ. നല്ല സുഖം. പക്ഷെ ചായപ്പൊടി ഒരു തേക്കയിതുണ്ടായില്ലേ? പക്ഷെ മൂപ്പരാണ് ആള്. അയാളെ കണ്ടത് കൊണ്ടാണ് ഇയാളെ കളർ മാറിയത്. ഇയാൾക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ആർക്ക്? ചൂടുവെള്ളത്തിന്. ഇയാൾ പണ്ട് എവിടെ ഉണ്ടായിരുന്നു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
ഈ ആൾ സിറാജ് മുനീറാണ്, എല്ലാവർക്കും 100 കൊടുത്ത ആളാണ്. പണ്ടുള്ളവർക്ക് 100 അള്ളാഹ് കൊടുത്തു, പിന്നെ ഉള്ളവർക്ക് 100 ഇയാൾ കൊടുക്കും. അങ്ങനെയല്ലല്ലോ, മുനീറാണ്, എന്നും 100 കൊടുത്തത് ഇയാൾ തന്നെയാണ്. മനസ്സിലായില്ലേ? തല്ല കൊടുത്ത് ചിന്തിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് എക്സ്പയറി ഡേറ്റ് കഴിയും. ചായപ്പൊടി നമ്മൾ അനക്കാതെ കുറേ നേരം അങ്ങനെ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കളറ് താഴേക്ക് വീഴും. ആ കളറ് കളറല്ല, ഒരു പൊടിയുടെ അംശം ഉണ്ടായില്ല, ആ ഡസ്റ്റിൻ്റെ നേരിയ അംശമാണ് ആ കളറായി കാണുന്നത്. ആ ഡസ്റ്റ് താഴേക്ക് വീണ് പിന്നെ ഇത് ഒറ്റക്ക് നിൽക്കും. എന്തായിട്ട്? ചൂടുവെള്ളത്തിൻ്റെ ആ വെള്ളം മാത്രമേ നിൽക്കും. അത് കൊഴിഞ്ഞോടും, സമയം കഴിഞ്ഞാൽ കൊഴിഞ്ഞോടും. ചായപ്പൊടി കൊഴിഞ്ഞാടില്ല. ചായപ്പൊടി ചിന്തിക്ക്. അപ്പൊ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരാളുണ്ട്. അതാരാ? റസൂലൻ റബ്ബനാ വബഅഥ് ഫീഹിം റസൂൽ. അതാണ് റസൂൽ. അയാൾ അമരത്വമുണ്ടാകണം. അയാൾ മരിക്കാൻ പാടില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മീഡിയേറ്റർ ഇല്ലാതെ വരും. 2 സാധനല്ലേ കിതാബും റസൂലും. കിതാബുണ്ടല്ലോ, എവിടെ നടജി പേരുന്നത് ചങ്ങായി? കിതാബ് എങ്ങനെയാണ് ചങ്ങായി റസൂലിന് പകരാകുക? 2 രണ്ടായിട്ടല്ലേ ഖുർആൻ പറഞ്ഞത്? റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. 2 രണ്ടല്ലേ? പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കിതാബ് കൊണ്ട് മതിയാക്കിയെങ്കിൽ, പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കിതാബ് കൊണ്ട് മതിയാക്കിയെങ്കിൽ അവർക്ക് ദീൻ കുറവല്ലേ? അവർക്ക് റസൂലാണ്. അവിടെയാണ് പ്രശ്നം. പണ്ടത്തെ സുന്നികൾ മുസ്ലിങ്ങളായിരുന്നു. കാരണം അവർക്ക് റസൂൽ, മരിക്കാത്ത റസൂൽ ഉണ്ടായിരുന്നു. പുതിയ മുസ്ലിങ്ങൾക്ക് റസൂൽ മരിച്ചു. റസൂൽ മരിക്കാൻ പാടില്ല. റസൂൽ മരിച്ചാൽ മുസ്ലിങ്ങൾക്ക് കമ്മി വരും. റസൂൽ മരിക്കാനേ പാടില്ല. അവസാനത്തെ ആൾക്ക് റസൂൽ വേണം. റസൂൽ എത്രമായിട്ടെന്താ? അയാൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയാൻ എത്തിക്കണം. മീഡിയേറ്റർ അല്ലേ? പ്രളയം ഉണ്ടായാലോ? പ്രളയം ഉണ്ടാവും. അത് നൂഹ് പരിഹാരമാണ്. നൂഹ് റസൂലാണ്. ലോകാവസാനം വരെ പ്രളയം ഉണ്ടായാലും റസൂൽ പരിഹാരമായിരിക്കണം. കാരണം ഇവർക്കില്ലാത്തതിരിക്കില്ല സാർ, ഇവർക്ക് പരിഹാരമില്ല. അപ്പൊ പരിഹാരം അവിടെ ഉണ്ടാവണം. അതാ റസൂൽ. കടൽ കടക്കണം, അപ്പോൾ ഇസ്രായേലിയർക്ക് പരിഹാരമുണ്ട്. തൗറാത്തല്ല. ആര്? റസൂലുണ്ട്. പലജാതി പ്രയാസങ്ങൾ വന്നു. ആ പ്രയാസത്തിനവർക്ക് പ്രശ്നമില്ല. അവർക്ക് ആരുണ്ട്? റസൂലുണ്ട്. സലമയുടെ കണ്ണ് വീണുപോയി. സലമത്തുൽ സലമയുടെ കയ്യറ്റ് വീണുപോയി. ഖത്താദയുടെ കണ്ണ് വീണുപോയി. അപ്പോൾ ഖത്താദ എന്ത് പറഞ്ഞു? കണ്ണ് വീണുപോയി ഖത്താദയുടെ യുദ്ധക്കളത്തിൽ. അപ്പോൾ കണ്ണ് പറിച്ചിടാൻ നോക്കുകയാണ്. ആ തൂങ്ങിക്കിടക്കുന്ന കണ്ണ് പറിച്ചൊഴിവാക്കി നോക്കിയപ്പോൾ ഇല്ല, തൊട്ടുപോയത് റസൂലിൻ്റെ അടുത്തെത്തിക്ക്. എന്തേ? അവർക്ക് കൂടിയപ്പോൾ നമ്മളെപ്പോലത്തെ പിന്നെ ആധുനിക സുന്നികളും വഹാബികളും ഒക്കെ ആണെങ്കിൽ എന്താ നമ്മൾ പറയാം? റസൂൽ ഇപ്പോൾ അവിടെ കുറച്ചു നേരം വിശ്രമിക്കാണ്, ലേശം ഒഴിവ് കിട്ടിയാൽ വന്ന് ചാഞ്ഞ് കിടക്കുക. ഞാൻ എവിടെയും പോയി ശല്യം ഉണ്ടാക്കണം. എന്തിനാ? ഇനിയിപ്പോൾ ഇത് റസൂലിന് കിട്ടിയിട്ട് എന്താ കാര്യം? റസൂൽ ഇപ്പോൾ ആ കണ്ണൊക്കെ ഒക്കെയാണ് ബേജാറാകുന്നല്ലാതെ എനിക്ക് വേറെ വല്ല പണിയില്ലെങ്കിൽ ഈ റസൂലിനെ ബുദ്ധിമുട്ടാക്കാൻ. അത് അങ്ങനെ ഒരു സ്വഹാബി ചോദിച്ചില്ല. എന്തുകൊണ്ട്? സ്വഹാബിയിൽ ഒരു വഹാബിയില്ല. സുഹാബിയിലെ വഹാബിയുള്ളൂ, സ്വഹാബിയിലില്ല. അതാണ് ചിന്തിക്കുക. കൊണ്ടേ വിട്ടു. അപ്പോൾ നബി എന്ത് പറഞ്ഞു? ഒരു കണ്ണ് അല്ലാഹു കൊടുത്താളാ, അതാണ് നിനക്ക് നല്ലത്. പറഞ്ഞു നബിയെ, പെണ്ണുങ്ങൾ ക്ഷമിക്കൂല. ഓള് ചൂർക്കുള്ള പെണ്ണാണ്. മരിച്ചൊക്കെ പ്രശ്നമില്ല. ഞാനീ കണ്ണും പോയാണ്ട് ഒരു കണ്ണൊട്ടനായി ചെന്നാ ഓൾക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരു കണ്ണൊട്ടനാണല്ലോ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഓളെ ചങ്ങാഴ്ചകൾ കളിയാക്കും. അപ്പോൾ ഓൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരിച്ചുപോയാൽ എനിക്ക് വിഷയമല്ല, പക്ഷേ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കണ്ണു വേണ്ടി വരുന്നതാണ്. നന്നായിക്കോട്ടെ, കണ്ണായിക്കണം ഉന്തിയാക്കി. അൽസലാമെ പോയിക്കോന്ന് പറഞ്ഞില്ല, ജാരവിന്ദ് പോയിക്കോന്ന് പറഞ്ഞില്ല. മെഡിക്കൽ കോളേജിലെ മറ്റേ കണ്ണ് വിഭാഗം പ്രൊഫസറെ കണ്ട് പറയാൻ ഞാൻ എഴുത്തരാ അങ്ങനെ പറഞ്ഞില്ല. എന്ത് റസൂലാണത്? പ്രശ്നം വിധിച്ചു നോക്കുന്ന റസൂലാണ്. അല്ലാതെ റസൂൽ പറഞ്ഞ പരലോകം മാത്രമല്ല, എവിടെയും പ്രശ്നം പരിഹരിക്കണം. ദാരിദ്ര്യം
ദാരിദ്ര്യം കൊണ്ട് കുഴങ്ങി വീഴും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരിക്കൽ നബിയുടെ അടുത്ത് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഞ്ചി കൊടുത്തു. ആ സഞ്ചിയിൽ 2-3 കാരൊക്കെ ഇട്ട് കൊടുത്തു. ദാരിദ്ര്യമല്ലേ പ്രശ്നം, നീ ചോദിച്ചാറാണ്ട് എപ്പോൾ വിശക്കാണെങ്കിലും അതിൽ കയ്യിലിട്ടടാ. അറബികളെ പ്രധാനപ്പെട്ട ഭക്ഷണക്കാരൊക്കെയാണല്ലോ. എപ്പോൾ നിനക്ക് ഭക്ഷണത്തിന് ആവശ്യം വന്നാൽ അതിൽ കയ്യിട്ടടാ. 2-3 കാരൊക്കെ ഇട്ട് കൊടുത്തു, ഒരു സഞ്ചിയും കൊടുത്തു. സഞ്ചി ഇവിടെ തൂക്കി ഇറക്കും. പിൽക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ബാല്യക്കാരൊക്കെ വളർന്നു വരുന്ന കാലത്തെല്ലാം അവർ അബൂ ഹുറൈറ സഞ്ചിയോടുകൂടെ കാണുന്നത്. അവരിൽ ചിലർ വിചാരിച്ചോ ഈ സഞ്ചി അബൂ ഹുറൈറയുടെ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന്. കാരണം സഞ്ചി വെക്കുന്ന പരിപാടി ആർക്കില്ല, അബൂ ഹുറൈറയ്ക്കില്ല. അബൂ ഹുറൈറയ്ക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. പട്ടിണി കിടന്ന് വിഷമിക്കാണെന്ന് വന്ന നബിയോട് വന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, വരെ പണിക്കും പോയി കൂടെ ചങ്ങായി എന്നല്ലേ നബി പറയണ്ടത്. ഇങ്ങനെ എടുത്ത് തിന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വഫാത്തായ അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി മദീനയിൽ. അന്ന് എവിടെ സഞ്ചി വെച്ചു എന്ന് അറിഞ്ഞില്ല. ആ സഞ്ചി പിന്നെ നഷ്ടപ്പെട്ടു പോയി. അന്ന് അബൂ ഹുറൈറ പാടിയ ബൈത്ത് ലോകം മുഴുവനും ഇന്നും പാടുക. ലിന്നാസി ഹമ്മും വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. എഴുതിയേക്ക്. ലിന്നാസി ഹമ്മും വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. ലിന്നാസി ഹമ്മുൻ, ജനങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നമാണ്. വലിയ ഹമ്മാനി, എനിക്ക് 2 പ്രശ്നമാണ്. ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. എനിക്ക് 2 പ്രശ്നമാണ്. ഒന്ന് മുത്തുനബി തന്ന ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയി. ഹമ്മുൽ ജിറാബ് ഒന്നാമത്തെ അതന്നെയാണ്, സഞ്ചി നഷ്ടപ്പെട്ടു. വഹം മുശൈഖ് ഉസ്മാനി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഉസ്മാനി നഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നമാണ്, എനിക്കിന്ന് 2 പ്രശ്നമാണ്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? യമനിൽ നിന്നൊരു സംഘം ആളുകൾ വന്നിട്ട് നബി തിരിച്ചു പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് 10-16 കിണറുണ്ട് ഗ്രാമത്തിൽ, പക്ഷേ 6 മാസം വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ദൂരെ നിന്ന് കെട്ടിക്കൊണ്ടുവരും. അപ്പം ചിരക്കല്ലുണ്ട് വാരി, ഒരു പിടി ചിരക്കല്ല് വാരിയിട്ട് പറഞ്ഞു, ഓരോ കല്ല് നിങ്ങൾ ഓരോ കിണറിൽ കൊണ്ടിടുക മതി. വെള്ളത്തില്ലാത്തിന് പുതിയ കല്ലിടല്ലോ, ഉള്ള കല്ല് ഒഴിവാക്കല്ലേ. ഞങ്ങളൊക്കെ ആമർ തരാം, നിങ്ങൾ അവിടെ കൊണ്ട് അടിച്ചിട്ട് കുറച്ച് പാറ പൊട്ടിച്ചോളി, അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവുന്നല്ലോ. കല്ലിടുക, ഒരു കുതിര വിടല് കണ്ട് കല്ലിടാറിന വലിയ മെയ് തറയും ആരാടെ കണ്ടത് കല്ലിടുന്നു. ആ പണിയല്ലേ. പിന്നെ ആ കിണറിന്റെ ആഴം ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരൊറ്റ കിണർ അതിന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു സംഘം മാത്രം ആളുകൾ യാത്ര പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് എന്താ കരുതിയത്? ഒന്നുമില്ല. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തു. പിന്നെ പറഞ്ഞു, യാത്രയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചോളി, എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. തൈരാണെങ്കിൽ തൈര് കിട്ടും, നെയ്യാണെങ്കിൽ നെയ്യ് കിട്ടും. വിശാലിനാ ആ യാത്രാ സംഘത്തിന് അതന്നെ. അവർ തൈര് വിചാരിച്ചു ചോദിച്ചാൽ തൈരായി, മോര് വിചാരിച്ചു ചോദിച്ചാൽ മോരായി, നെയ്യ് വിചാരിച്ചു ചോദിച്ചാൽ നെയ്യായി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളുമാണല്ലോ. ആ സ്വഹാബികൾക്കൊക്കെ അതുണ്ടായി, നമുക്ക് പിന്നെ അത്തരൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടാവും. നമുക്കിത് റസൂൽ തന്നെയല്ലേ, അല്ലെങ്കിൽ റസൂൽ ഇല്ല എന്നറിയണ്ടേ. മനസ്സിലായില്ലേ? റസൂൽ മരിച്ചാൽ ഇസ്ലാമിന് കമ്മി വരും. റസൂൽ മരിക്കൂല. റസൂലിന് വീട് മാറാം. പഴയകാല സുന്നികൾക്ക് റസൂൽ മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാപ്പ പച്ചിയെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് പറയും പോലെ, പച്ചിയെ അസ്സലാമു അലൈക്കും എന്ന് പറയും പോലെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. മരിക്കാത്ത റസൂലാണ് അസ്സലാമു അലൈക. അങ്ങേക്ക് ആ ആളിപ്പോഴുണ്ട്, നമ്മളെ കണ്ണിന് മുന്നിലുണ്ട്. റസൂൽ മരിച്ചാൽ നമ്മൾ സുന്നിയാവില്ല. വഹാബികൾക്ക് ഇതുണ്ടാവില്ല, കാരണം അവർ ബഷറാണ്, അവർക്ക് റസൂൽ. അപ്പോൾ ബഷറാവുമ്പോൾ ബഷറിന്റെ നവാഖ് സല്ലം ഉണ്ടാവും. ഖുർആനിൽ പറയുന്ന റസൂൽ ബഷറല്ല. എന്നാ ബഷറല്ല ഒന്നുമല്ല. ബഷറല്ലേ? ബഷറാണോ? ബഷറിന്റെ ഗുണമല്ല അതൊന്നും. ബഷറിന്റെ ഗുണമല്ല നബിയുടെ ഗുണം. കാരണം
ബഷറിന്റെ കൈയല്ല നബിയുടെ കൈ. ഇന്നല്ലദീന യുബായിഊനക ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അവിടെ. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്. എന്ത്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്താ പറയുന്നത്? ഫഅഖ്ദുൽ ബൈഅത്തി മഅഹു, നബിയോട് കൂടെ ഒരാൾ കരാറ് ചെയ്യുക, ഉടമ്പടി ചെയ്യൽ. കഅഖ്ദിഹാ മഅല്ലാഹ്, അല്ലാഹുവിനോട് ഉടമ്പടി ചെയ്തതാണ്. മിൻ ഗൈരി തഫാവുത്തിൻ ബൈനഹുമാ, അതിനിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. റസൂലിന്റെ കൈ പിടിച്ച ആരെ കൈ പിടിച്ചു? അള്ളാഹുവിന്റെ കൈ പിടിച്ചു. റസൂലിനോട് ഉടമ്പടി ചെയ്ത് ആരോട് ഉടമ്പടി ചെയ്തു? അള്ളാഹുവിനോട്. അള്ളാഹ്ക്ക് മരണമല്ല, ഇയാൾക്ക് മരണമല്ല. നമ്മൾ സൃഷ്ടിയാകുമ്പോൾ മരിക്കണ്ടേ? പ്രത്യക്ഷത്തിൽ മരിക്കും, യഥാർത്ഥത്തിൽ മരിക്കൂല. ഒരു ഇന്ത്യക്കാല് മാത്രമാണ്. പ്രശ്നം നബിയോട് പറയണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പ്രശ്നം പരിഹരിച്ചല്ലേ പിന്നെ. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗാഫീറു فيك قد أحسنت ظني يا بشير يا نذير يا نبي. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു കവിതയാണ്. ഇന്ന് ഈ കവിത ഒരു മൂലയിൽ എഴുതിയാൽ സുന്നി സംഘടനകൾ അയാളെ പുറത്താക്കും. നബിയുടെ അബ്ദ് എന്ന് പറയാൻ പറ്റൂല, കുറച്ച് തെറ്റാണ്. പിന്നെ അതിലുള്ളത് കൊണ്ട് ഇപ്പം ഇതിൽ എഴുതിയ പ്രശ്നമില്ല. ഇങ്ങനത്തെ വാക്ക് ആരും എഴുതാതെ പുതിയൊരു മൂല്യം എഴുതുകയാണെങ്കിൽ അയാളെ പുറത്താക്കും. നബിയുടെ അബ്ദോ എന്ത് വർത്താനാണ്? അപ്പൊ സുന്നി തന്നെ വഹാബി. കാരണം വഹാബിയുടെ റസൂൽ ബഷറാണ്, സുന്നി റസൂൽ ബഷറല്ല. എന്നാ ബഷറല്ല ഒന്നുമല്ല. എന്നാ ബഷറാണോ? ബഷറാണ്. എന്നാ ബഷരീയത്ത് മാത്രമാണോ? അല്ല. അങ്ങനെ ആവുക. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക, അത് ബഷറിന്റെ സ്വഭാവമല്ലല്ലോ. ഇന്ന റബ്ബിയ, എനിക്കതിന് കഴിയുന്നല്ല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എനിക്ക് വേറെ ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ട് എന്നാണ്. അല്ലാതെ എന്തല്ല, ഞാൻ കുറച്ചാൽ അങ്ങനെ നോക്കിയതാണെന്ന് അങ്ങനെയല്ല. ഇന്ന റബ്ബി, എനിക്ക് ഡെയിലി തീറ്റ നടക്കുന്നുണ്ട്. റബ്ബ് നിങ്ങൾ കാണില്ല എന്നേ ഉള്ളൂ. ഇന്ന റബ്ബി യുത്ഇമുനി, നേരത്തിന് എൻ്റെ റബ്ബ് എന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട്. വയസ്ഖീനി, എന്നെ കുടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആൾ അവരുടെ കാഴ്ചയിൽ തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. എന്ത് പറയല്ല, അതിൻ്റെ കറാമത്താന്നറിയല്ല. ഇതിനെന്ത് കറാമത്താള്? മനസ്സിലായില്ല. ഞാൻ റസൂലല്ലേ, ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ, അങ്ങനെ അറിയില്ല. ഇന്ന റബ്ബി, എനിക്കതിനൊക്കെ കഴിയുന്നറിയുമല്ല. എനിക്ക് തിന്നാതെ ജീവിക്കാനും കഴിയുന്നറിയല്ല. ഞാൻ തിന്നുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. കാണാത്തൊരു തീറ്റ, അവിടെ പ്രശ്നം. അത് ബഷറിന്റെ സ്വഭാവമല്ല. ഈ നബി പറയാണ് എന്ത്? ഞങ്ങൾ നബിമാരൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾ വേറെ സൈസാ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെയൊക്കെ അത് കഴിയൂ. അതല്ല, മനസ്സിലായോ? അങ്ങനെയല്ല. പിന്നെ എന്താ പറഞ്ഞത്? തിന്നുന്നുണ്ട്, നിങ്ങൾ കാണില്ല എന്നേ ഉള്ളൂ. എന്റെ റബ്ബ് എനിക്ക് തിന്നാൻ തരുന്നുണ്ട്, എന്നെ തീറ്റുന്നുണ്ട്. ഫീഡിങ് നടത്തുന്നത് ആരാ? റബ്ബ്. ഇത് ബഷറിന്റെ സ്വഭാവമല്ല, ഇത് ബഷറിന്റെ സ്വഭാവമല്ല. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. അപ്പൊ റസൂൽ എന്ന ഒരാള് പിൽക്കാലഘട്ടത്തിൽ സുന്നികൾക്കും നഷ്ടപ്പെട്ടു. അവിടെയാണ് നമുക്ക് ഇനി പ്രശ്നം. ഇത് പ്രശ്നമാണ്. സുന്നികൾക്ക് നിലവിലായില്ല, വഹാബികൾക്ക് പണ്ടേ റസൂലില്ല. എന്തുകൊണ്ട്? അല്ല, നമ്മൾ ജീവനില്ലാത്ത എന്നോ മരിച്ച ഒരാളെ നമ്മൾ കെലിമയെ കൂട്ടണം. എന്തിനാ? അയാളിപ്പോ ജീവനുണ്ടെങ്കിലല്ലേ അയാളെ കെലിമയെ കൂട്ടണ്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഹയ്യുല്ലാ യമൂത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, അയാൾ മരിച്ചതാണ്. ഇനിയിപ്പോൾ അയാളെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദിന്റെ അവിടെ റസൂലിന്റെ അവിടെ എന്ത് പറഞ്ഞു കൊടുക്കാം? പിന്നെ വേറൊരു കാര്യം, പണ്ടൊരു റസൂലുണ്ടായിരുന്നു, അങ്ങനെ കേൾക്കുന്നുണ്ട്. ജീവനില്ലാത്ത റസൂലിനെ പറ്റി എന്താ പറഞ്ഞ കാര്യം? ഞാൻ മറ്റൊന്നും പറഞ്ഞൂടെ? എന്ത്? അത് പണ്ടല്ലേ മരിച്ചില്ല, മരിച്ചു. അഞ്ഞിപ്പോ ഞങ്ങളെ പറ്റി പറയണ്ട. അല്ലാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ആളാണ് ആര്? റസൂൽ. ആൾ മരിച്ചുപോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യുൻ ലാ യമൂത, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മരിച്ചില്ല. ഇനിയിപ്പോ എന്തിനാ പറയുന്നത്? അപ്പോൾ മരിക്കാത്ത ഒരു റസൂൽ നിലനിൽക്കണം. മൂസ അലിസ പണ്ട് റസൂലായിരുന്നു, ഇപ്പോൾ റസൂൽ അല്ല. ആ റസൂൽ ജീവിക്കേണ്ട ഒരു അനിവാര്യതയും ഇല്ല.
ജീവിക്കലും ജീവിക്കാതിരിക്കലും വേറെ കാര്യം, അനിവാര്യതല്ല. ഈ റസൂൽ അങ്ങനെയല്ല. ഇത് അവസാനത്തെ ഉമ്മത്തിന് മുന്നിലും മരിക്കാൻ പാടില്ല. ആ ആൾക്ക് കുറെ അടിമകളും വേണം. ആ അടിമകളാണ് മുഅ്മിനീങ്ങൾ. കാരണം മുഅ്മിനീങ്ങൾക്ക് മീഡിയേറ്ററാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ 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 ഗൗരവമായി നമ്മളിത് ചിന്തിക്കണം. അപ്പൊ ഈ ഒരു കെലിമയുടെ യാഥാർത്ഥ്യം സത്യത്തിൽ വഹാബിയത്തെ നഷ്ടപ്പെടുത്തി. ഒരു ജീവനില്ലാത്ത റസൂലിനെ ജനങ്ങളെ വിശ്വസിപ്പിക്കാം. ജീവനില്ലാത്ത റസൂൽ, എന്നോ മരിച്ചുപോയ റസൂൽ. നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഈ അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ റസൂൽ അതാണ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഏതാ സൂറത്ത്? എടുക്ക്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഈ ആയത്ത് എക്സ്പയർ ആയിട്ടുണ്ടോ? ഈ ആയത്ത് എക്സ്പയർ ആയിട്ടുണ്ടോ? ഇല്ല. ശരി, അപ്പൊ അർത്ഥം നോക്കി. വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളയുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. വഅലമു, എൻ്റെ ഇൽമി എന്ന വാക്കിന്റെ അർത്ഥം, ഇൽമി എന്ന വാക്കിന് ഇങ്ങോട്ട് നോക്കി എങ്ങായി ഇന്നല്ലേ നോക്കണ്ടേ? എത്ര നമ്പറാ? വഅലമു വഅലമു. നിങ്ങൾ ഉഷാറിലിരിക്കണം കേട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. وَاعْلَمُوا أَنَّ فِيكُمْ رَسُولَ اللَّهِ. وَاعْلَمُوا أَنَّ فِيكُمْ رَسُولَ اللَّهِ. വഅലമു, നിങ്ങൾക്ക് ഇൽമുണ്ടാവട്ടെ, നിങ്ങൾ ഇൽമു നേടുക. എന്ത് ഇൽമു നേടുക? അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളയുണ്ട് എന്ന് നിങ്ങൾ ഇൽമു നേടണം. എന്താ ഇൽമിന്റെ അർത്ഥം? എന്താ ഇൽമിന്റെ അർത്ഥം? ഇൽമിന്റെ അർത്ഥം പറയും. എന്താ ഇൽമിന്റെ അർത്ഥം? ഇൽമിന്റെ അർത്ഥം പറയും. മൗലവിമാര് പറയാം ഇൽമിന്റെ അർത്ഥം. എന്താ ഇൽമിന്റെ അർത്ഥം? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇൽമിന്റെ അർത്ഥം, പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇൽമിന്റെ അർത്ഥം? എന്താ ഇൽമിന്റെ അർത്ഥം? എന്താ ഇൽമിന്റെ അർത്ഥം? ഇൽമിന്റെ താരിഫ് എന്താ? എന്താ ഇൽമിന്റെ താരിഫ് അറിയും? ഇൽമ എന്നാൽ എന്താ? ഇൽമ എന്നാൽ എന്ത്? അതിന്റെ താരിഫ് അറിയും, അതിന്റെ ഡെഫിനിഷൻ പറയും. എന്താ ഇൽമ? ഗണിതശാസ്ത്രമല്ലാത്ത ഒരു ശാസ്ത്രവും ഇൽമല്ല. ഫിസിക്സ് ഇൽമല്ല, കെമിസ്ട്രി ഇൽമല്ല, ഒന്നും ഇൽമല്ല. എന്തുകൊണ്ട്? ഗണിതശാസ്ത്രം മാത്രമാണ് ഇൽമ, മറ്റൊന്നും ഇൽമല്ല. എന്താ ഇൽമ? അൽ ഇൽമു അൽ ഇഅ്തിഖാദുൽ ജാസിമു അല്ലദീ ലാ യഖ്ബലു തഗയ്യുറ. പണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്, റഷീദിയിലുണ്ട്. അൽ ഇഅ്തിഖാദ് നമ്മൾ വിചാരിച്ച അക്കത്തെ റഷീദിയല്ല. ഇൽമിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിനാണ് അറിവെന്ന് പറയുന്നത്. ശാസ്ത്രം മുഴുവനും തന്നെയാത്ത ഇൽമല്ല, കണക്ക് മാത്രമേ ഇൽമുള്ളൂ. ഒന്നും രണ്ടാണ്, അത് മാറൂല. ഫിസിക്സ് ഇൽമല്ല, കെമിസ്ട്രി ഭാവനയാണ്, ധാരണയാണ്. അത് മാറുന്നതൊന്നും എന്തല്ല, ഇൽമല്ല. ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിനാണ് എന്ത് പറയാ? ശരി, അത് നമുക്ക് വഅലമു. അർത്ഥമൊക്കെ വഅലമു, നിങ്ങൾ കഠിനമായ ശക്തമായ ഉറപ്പിലെത്തണം. നിങ്ങൾ എന്ത്? അന്ന ഫീകും റസൂലല്ലാഹ്. അല്ലാഹു തആലാക്ക് ഈ ഇൽമ എന്ന വാക്കില്ലാതെ ആ വാക്ക് ആയത്ത് പറഞ്ഞൂടെ? ഇതിനവിടെ ഇൽമ കിട്ടി. ഇൽമാണ് അൽ-ഇഅ്തിഖാദുൽ ജാസിം. എല്ലാവരും ഇൽമിന്റെ ഡെഫിനിഷൻ അതാ, ഇനി മാറരുത്. അൽ-ഇഅ്തിഖാദുൽ ജാസിമു അല്ലദീ ലാ യഖ്ബലു തഗയ്യുറ. താരിഫാത്തിലുണ്ട്.
ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഒരവസരത്തിലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിന് ഇൽമ് എന്ന് പറയുന്നു. ഭാഷ പോലും മാറും. 25 കൊല്ലം മുമ്പുള്ള ഭാഷയല്ല ഇപ്പോൾ ഭാഷ മാറി, എത്രയോ മാറി ഭാഷ, എത്രയോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ മാഷേ? അദ്ദേഹത്തിന് ഭാഷയിൽ, മലയാള ഭാഷയിൽ PhD ഉള്ള ആളാണായിരിക്കുന്നത്. ഭാഷ അങ്ങനെ മാറും, ഇൽമ മാറൂല. ഇൽമ ശക്തിക്കും പിന്നെ മാറൂല. നിങ്ങൾ ഇൽമ നേടണം, അഥവാ നിങ്ങൾക്ക് അതിശക്തമായ ഉറപ്പ് വേണം. അന്നഫീക്കും റസൂലുള്ളാഹ്, നിങ്ങളുടെ ഉള്ളിൽ റസൂലുണ്ട്. ഇത് സ്വഹാബികളോട് പറഞ്ഞ ആയത്തല്ലല്ലോ, ലോകാവസാനം വരെ വന്ന മുഅ്മിനീങ്ങൾക്കുള്ളിൽ ആര് ജീവിക്കണം? സഹിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇതിനാണ് സുന്നി എന്ന് പറയും. മറ്റേത് ബഷറ റസൂലാവില്ല.